ഒരു ഉത്തമ ഗ്രന്ഥത്തിന് 3 ധർമ്മങ്ങളുണ്ട്. ഒന്ന് ജനങ്ങളിൽ ധർമ്മബോധവും മൂല്യങ്ങളും വളർത്തുക എന്നതാണ്. 2 ജനങ്ങൾക്ക് ഈശ്വരഭക്തിയും ആധ്യാത്മിക ജ്ഞാനവും പകരുന്നതാണ്. 3 മനുഷ്യഹൃദയങ്ങളെ ആർദ്രമാക്കി അവരിൽ നല്ല പരിവർത്തനം സൃഷ്ടിക്കുക എന്നതാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ മാർഗദീപമായി വിളങ്ങുന്ന 2 മഹത് ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും. ഇതിനാണ് കൂടുതൽ മഹത്വം എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസമായിരിക്കും. ഗാംഭീര്യം കൊണ്ടും അറിവിൻ്റെ വലിപ്പം കൊണ്ടും മഹാഭാരതം മുന്നിട്ട് നിൽക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യഹൃദയങ്ങളെ കീഴടക്കിയത് രാമായണമാണ്. തലമുറകളിൽ നിന്ന് തലമുറയിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും രാമായണം പടർന്നു. അത് ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു ഭാഗമായി തീർന്നു. വാർത്താമാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നത് രാമായണമാണ്. പല രാജ്യത്തിൻ്റെയും വരപ്പുകളും പുരാതന വസ്തുക്കൾ കണ്ടെടുത്താൽ അതിൻ്റെ ശില്പങ്ങളും ഭാവങ്ങളും പലയിടത്തും കാണാറുണ്ട്. ഒരു ഉത്തമ ഗ്രന്ഥത്തിന് 3 ധർമ്മങ്ങളുണ്ട്. ഒന്ന് ജനങ്ങളിൽ ധർമ്മബോധവും മൂല്യങ്ങളും വളർത്തുക എന്നതാണ്. 2 ജനങ്ങൾക്ക് ഈശ്വരഭക്തിയും ആധ്യാത്മിക ജ്ഞാനവും പകരുന്നതാണ്. 3 മനുഷ്യഹൃദയങ്ങളെ ആർദ്രമാക്കി അവരിൽ നല്ല പരിവർത്തനം സൃഷ്ടിക്കുക എന്നതാണ്. ഈ 3 ഗുണങ്ങളും ഒത്തുചേർന്ന ഉത്തമ കൃതിയാണ് രാമായണം. അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് ഇതിൽ വിവരിക്കുന്നത്. ചുട്ടുകൊള്ളുന്ന വേലിൽ കുളിർമഴ പെയ്യുന്നത് പോലെ, മരുഭൂമിയിൽ ഒരു വസ്ത്രം വിരിയുന്ന പോലെയാണ് മഹാപുരുഷന്മാരുടെ അവതാരം. ധർമ്മതത്വങ്ങൾ പുസ്തകങ്ങളിൽ മാത്രം ഇരിക്കുമ്പോൾ അത് ജനങ്ങളിൽ അത്ര കണ്ട് പരിവർത്തനം സൃഷ്ടിക്കാറില്ല. എന്നാൽ ഒരു മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ച് കാണിക്കുമ്പോൾ അത് സമൂഹത്തിലാകെ വലിയ ചലനം സൃഷ്ടിക്കും. ആ ചരിതം തലമുറകളിൽ തലമുറയിലേക്ക് വരുന്ന മനുഷ്യ സംസ്കാരത്തെ ഉദ്ധരിക്കുന്നു. അത്ര ഒരു ചരിതമാണ് രാമൻ്റെ. നമുക്ക് മാതൃകയാക്കാൻ യോഗ്യരായ തിളക്കമാർന്ന എത്രയോ കഥാപാത്രങ്ങളാണ് രാമായണത്തിൽ ഉള്ളത്. അതുപോലെ ഞങ്ങളെപ്പോലെ ആകരുത് എന്ന് പഠിപ്പിക്കുന്ന അധമ കഥാപാത്രങ്ങളും അതിലുണ്ട്. തെറ്റും ശരിയും രണ്ടും തിരിച്ചറിയേണ്ടത് നമുക്ക് ആവശ്യമാണ്. വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഒരുപോലെ അച്ചടക്കവും ആത്മനിയന്ത്രണം കൊണ്ടുവരാൻ രാമായണം സഹായിക്കുന്നു. കർക്കിടക മാസം ആരംഭിച്ചാൽ എല്ലാ ദിവസവും ആധ്യാത്മ രാമായണം വായിക്കുക എന്നത് മലയാളികളുടെ ഒരു നല്ല ശീലമാണ്. ഈ ശീലം നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. എന്തിനാണ് രാമായണം വായിക്കുന്നത്? രാമായണം പോലുള്ള ഒരു മഹത് ഗ്രന്ഥം നിഷ്ഠയോടെ വായിച്ചാൽ അതുകൊണ്ടുള്ള പ്രയോജനം പലതാണ്. ഒന്നാമതായി നമ്മൾ ഭക്തിയും ഈശ്വര പ്രേമവും വളരും. പാവയ്ക്ക സ്വതവേ കയ്പുള്ളതാണെങ്കിലും അല്ലെ നെല്ലിക്ക സ്വതവേ പുളിയുള്ളതാണെങ്കിലും അത് കുറേ നാൾ നമ്മൾ പഞ്ചസാരയിലോ ശർക്കര നിറച്ച കുപ്പിയിലോ ഇട്ട് വെച്ചാൽ അത് പിന്നെ മധുരമായി തീരും. അതിൻ്റെ സ്വഭാവം കാണിക്കില്ല. കയ്പാണെന്ന് തോന്നത്തില്ല, ഇത് നേരത്തെ പുളിയായിരുന്നെന്ന് തോന്നത്തില്ല. മധുരപലഹാരം നിന്ന പോലെ തന്നെ തിന്നാൻ തോന്നും. അതേപോലെ സ്വതവേ മലിനമായ നമ്മുടെ മനസ്സിനെ ഈശ്വരനോട് ബന്ധിച്ചാൽ മാലിന്യങ്ങൾ കുറഞ്ഞ് അത് ശുദ്ധമായി തീരുന്നു. ഉദാഹരണം, ഓടവെള്ളം നമ്മൾ ഫിൽറ്റർ വെച്ച് ശുദ്ധീകരിച്ചാൽ നമ്മൾ കുടിക്കാനുള്ള വെള്ളമാകുന്നു. അല്ലാതെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം ബാധിച്ച് മരിച്ചെന്നും വരാം. സ്വതവേ മലിനമായ നമ്മുടെ മനസ്സിനെ ഈശ്വരനോട് ബന്ധിച്ചാൽ പരമപ്രമം കൊണ്ട് അത് പ്യൂരിഫൈ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുന്നതോടെ ഒരു ഉപകാരപ്രദമാകും. എത്രയോ ഈശ്വരസ്തുതിയുടെയും ആധ്യാത്മതത്വങ്ങളുടെയും കലവറയാണ് രാമായണം. അപ്പോൾ നമ്മൾ ഭക്തിയും ജ്ഞാനവും വളർത്തുന്നു. ഉത്തമമായ ഭാഷയും ഉത്തമമായ സാഹിത്യവും ആർക്കെങ്കിലും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അവർ വാൽമീകി രാമായണം വായിക്കണം എന്ന് തോന്നുന്നു. അമ്മയ്ക്ക് മനുഷ്യനും പ്രകൃതിയും
ജീവജാലങ്ങളും തമ്മിലുള്ള ആഴമേറിയ ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വാൽമീകി രാമായണം വായിക്കണം. പ്രകൃതിയുടെ സൗന്ദര്യത്തെ മുഴുകണമെങ്കിൽ നമ്മൾ വാൽമീകി രാമായണം വായിക്കണം. ധാർമ്മികമായ മൂല്യങ്ങളും ഉന്നതമായ ആദർശങ്ങളും ജീവിതം ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാൽമീകി രാമായണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഉച്ചനീച ഭേദമില്ലാത്ത, ജാതിമത ഭേദമില്ലാത്ത മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ വാൽമീകി രാമായണം മനസ്സിലാക്കണം. ജനങ്ങളുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി തൻ്റെ സർവസ്വങ്ങളും പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഒരു മഹാത്മാവിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ നമ്മൾ വാൽമീകി രാമായണം മനസ്സിലാക്കണം. ആ രാമായണം അത്യന്തം മധുരമാണ്, അത്യന്തം മംഗളകരമാണ്. കളയാൻ പുറന്തോല് പോലും ഇല്ലാത്ത ഔഷധ ഗുണം നിറഞ്ഞ മധുര പഴമാണത്. ഇനിയും ഇനിയും എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ സുമധുര ഫലം മാനവ സമൂഹം ആനന്ദിക്കട്ടെ, അങ്ങനെ ശുദ്ധമാനസരായി തീരട്ടെ. അതിന് എല്ലാവരെയും കൃപ അനുഗ്രഹിക്കട്ടെ.